ഹായ് ഗൈസ്, വെൽക്കം ടു ക്രിഷ് ടോക്സ്. ഇന്ന് മഴതോറും മുംബൈയിൽ ബാലചന്ദ്രൻ അങ്ങനെ അലീനയെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. വരുന്ന വഴിക്ക് ബാലചന്ദ്രൻ സ്റ്റാൻലി ആരാണെന്ന കാര്യം അലീനയോട് വെളിപ്പെടുത്തിയിരുന്നു. അവിടെ എത്തുന്ന സമയത്ത് അലീന ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, ഒരച്ഛൻ മക്കളെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് സഹിക്കേണ്ടതെന്ന്. അവരവിടെ വീട്ടിലെത്തുന്ന സമയത്ത് സ്റ്റാൻലിയുടെ വീട്ടുവേലക്കാർ പറയുന്നുണ്ട്, അയാളുടെ മൂത്ത മോളെ പോലെ ഉണ്ടല്ലോ അലീനയെ കാണാനെന്ന്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ സ്റ്റാൻലിയുടെ അടുത്ത് ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഇവൾ ഒരുപാട് ഇമോഷണലാണ്, സ്നേഹമുള്ളതും ഇല്ലാത്തതൊക്കെ അവൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന്. അതുകൊണ്ട് സ്നേഹം പുറത്ത് മാത്രം പോരാ, ഉള്ളിലും വേണമെന്ന് പറയുകയാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരുപാട്, ഒരു കാലത്ത് ഒരുപാട് കിട്ടിയിട്ടുമുണ്ട്, അത് കൊടുത്തിട്ടുമുണ്ട് എന്ന്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ വെച്ചിട്ടെല്ലാം നഷ്ടമായി എന്ന്. അങ്ങനെ മനസ്സിൽ ഒരുപാട് വേദന താണ്ടിയിട്ട് ബാലചന്ദ്രൻ അലീനയെ അവിടെ ഏൽപ്പിച്ച് പോവുകയാണ്. സ്വന്തം അച്ഛൻ തന്നെ സ്വീകരിച്ചെങ്കിലും അതിലേറെ താൻ സ്നേഹിച്ച ബാലചന്ദ്രനെ വിട്ടുപിരിയുന്നതിൻ്റെ വേദനയാണ് അലീനയ്ക്ക്. മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടെങ്കിലും സ്വന്തം അച്ഛൻ്റെ കൈകളിലല്ലേ തൻ്റെ മകളെ ഏൽപ്പിച്ചെന്ന ആശ്വാസത്തോടെയാണ് ബാലചന്ദ്രൻ അവളോട് യാത്ര പറയുന്നത്. ബാലചന്ദ്രൻ യാത്ര പറയുന്ന സമയത്ത് വേർപിരിയലിൻ്റെ വേദന സഹിക്കാൻ പറ്റാത്ത നിസ്സഹായം നിൽക്കുകയാണ് അലീന അവിടെ. നാളത്തെ എപ്പിസോഡ് അറിയാൻ പ്ലീസ് സബ്സ്ക്രൈബ്.